ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു നല്ല ഹെൽത്തി ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, നിലക്കടല എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, വെല്ലം, രണ്ടണി വെല്ലം എടുത്തിട്ടുള്ളത്, കുറച്ച് ഏലക്കായ പഞ്ചസാരയെല്ലാം കൂട്ടി പൊടിച്ച് വെച്ചതാണ്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഈ എള്ളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം വറക്കണ്ട, ഒന്ന് ചൂടാക്കണം. അപ്പോൾ ചൂടാക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. പാല് വെച്ച് ഇനി ഞാൻ എടുത്ത വെള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. അധികം വറുത്ത് കഴിഞ്ഞാൽ ഒരു ജാതി കരി ചോയ പോലത്തെ ഉണ്ടാവും. അതുകൊണ്ടൊന്ന് ചൂടായിട്ട് എള്ള് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്ന പാകത്തിനാക്കി എടുക്കണം. കരിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലക്കടല വറുത്തെടുക്കണം. ഇപ്പോൾ ഗൈസ് ഇതാ എള്ള് ഞാൻ വറുത്തിട്ടുണ്ട്. ഇതാ അത് മാറ്റി. ഇനി നമുക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടല വറുത്തതാണ്, എന്നാലൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തോലെല്ലാം കളയണം. നമുക്ക് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. ചൂടോടെയാകുമ്പോൾ നല്ല ഇതായിട്ട് വേഗം തോട് കളഞ്ഞ് വെക്കുമല്ലോ. വറുത്ത കടലയാണ് എടുത്തത്, പച്ചക്കടലയല്ല. ഒന്ന് ചൂടാവുകയെ കൊണ്ടുകൊണ്ട് അപ്പോൾ ഇതാ കടല വറുത്തായി. ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട്. ഇതുകൂടെ തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഗൈസ് നിലക്കടലേൻ്റെ തോടെല്ലാം കളഞ്ഞ് ഞാൻ വറുത്ത് തണിഞ്ഞേരെ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. എള്ളും അതേപോലെ തന്നെ ഇതാ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ തേങ്ങ ഇടട്ടെ. തേങ്ങ ഇട്ടിട്ടുണ്ട്, ഒന്ന് ചൂടാട്ടെ തേങ്ങ. എന്നിട്ട് നമുക്ക് വെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. എന്നിട്ട് വെല്ലം ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ അരിയൊന്നും ചേർക്കുന്നില്ല ഗൈസ്, വെറും ഇത് രണ്ടെണ്ണം മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളതാണ്, ഹെൽത്തിയുമാണ്. കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങി കഴിക്കും. കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ അല്ലേ വേണ്ടത്. ഏകദേശം തേങ്ങേൻ്റെ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ചോക്കണ്ട, തേങ്ങ ചോന്ന് വരണ്ട. ഒന്ന് ഇതിൻ്റെ വെള്ളം ഇറക്കിയിട്ട് മാത്രമേ വേണ്ടൂ. അപ്പം ഞാനിതാ വെല്ലം ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ച് പഞ്ചസാരേൻ്റെ ഒപ്പം ഇട്ടിട്ടില്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ ഏലക്കായൻ്റെ രുചിയും കൂടിയായല്ലോ. അപ്പോൾ ഓക്കെ.
ഇനി ഞാൻ എള്ളിട്ട് കൊടുക്കട്ടെ. എള്ളിട്ട് നമ്മളെ കടല വറുത്ത് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് ഇളക്കിയിട്ടെടുക്കാം. എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ വെല്ലെല്ലാം ഉരുകി ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചോളും. അധികം ചൂടാക്കണ്ട, വെല്ലെല്ലാം ഉരുകി വരുന്ന സിമ്മിൽ വെച്ചിട്ടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഉണ്ടയാക്കി പിടിച്ചിട്ട് ഉരുട്ടി വെക്കുക. എന്നിട്ട് കഴിച്ചോളാം. ഓരോ ഉണ്ടകളായിട്ട് പിടിച്ചിട്ട് എടുത്തോളാം. അത്രയേ പണിയുള്ളൂ, വേറെ പണിയൊന്നും ഇല്ല. ഇനി ചെറിയ തോതിലുള്ള ഒരു പരിപാടി. അങ്ങനെ കടലയും വെള്ളം കൊണ്ടുള്ള ഉണ്ടയാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതാ, അപ്പം ഞാനിനി തീ ഓഫാക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം. ഇല്ലെങ്കിൽ ഇത് ഇളം ചൂടോടെ വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇളം ചൂടോടെ ഇതിനെ ഉരുട്ടിയെടുക്കാം. ഇതിൽ നെയ്യ് വേണ്ടിക്കൽ ചേർക്കാം നമുക്ക്. അപ്പം ആ നെയ്യിൻ്റെ രുചിയും കൂടി ഉണ്ടാവും. ചൂടോടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ലേശം ഒന്ന് ഞാൻ ചേർക്കുന്നുണ്ട്, അധികം ഇല്ല, ഒന്ന് ഒരു നെയ്യിൻ്റെ രുചിക്ക് മാത്രം. ചെറിയൊരു കുറച്ച്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ഇളം ചൂടോടെ തന്നെ ഇത് ഉരുട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ടേസ്റ്റ്. അടിപൊളി ഹെൽത്തി സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഞാൻ ചെറിയ കുഞ്ഞു ഉരുട്ടിയാക്കിയിട്ടാണ്, നമ്മൾ എള്ളുണ്ടിയെല്ലാം ഉള്ള പോലെ അങ്ങനെ ചെറുതായിട്ടാണ് ഞാൻ ഉരുട്ടുന്നത്. അധികം വലിയ വണ്ണത്തിലൊന്നും ഉരുട്ടുന്നില്ല. ഇതാ നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഉരുട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനിതാ വെള്ളവും കടലയും കൊണ്ടുള്ള ഉണ്ട ഇതാ ഇവിടെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ എടുത്ത സാധനം കൊണ്ട് എനിക്ക് ഇത്രയും ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല സൂപ്പർ ഉണ്ടയാണ് കേട്ടോ. ഇതാ അടിപൊളി ഉണ്ട. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് എല്ലാവരും കൊടുക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.